അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, ഏരിയ ആൻഡ് പെരിമീറ്റർ അല്ല, പെരിമീറ്റർ ആൻഡ് ഏരിയ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇങ്ങനെ അടിപൊളിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ കുറച്ച് പസിൽസ് മിസ്സിന്റെ കണ്ണിൽ പെട്ടത്. ഏരിയ മെയ്സ് പസിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഭാഗമുണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു പേജിലുള്ള പേജ് നമ്പർ 148 ആണെന്ന് തോന്നുന്നു. ആ പേജിലുള്ള എല്ലാ ചോദ്യങ്ങളും ഒരൊറ്റ ചോദ്യം നിങ്ങൾ ചെയ്യാൻ പഠിച്ചാൽ മതി, ബാക്കി എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇനി മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് എന്റെ മക്കൾ പറയണം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇപ്പൊ സ്കൂളിൽ എടുത്തോണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, അപ്പൊ ആ ചാപ്റ്റേഴ്സും ആയിട്ട് റിലേറ്റഡ് ആയ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ആയിട്ട് താഴെ പറയാം. ഓക്കെ, അതേപോലെ നമ്മുടെ വീഡിയോസ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ എന്താ പറയാ, നമ്മുടെ ക്ലാസ്സിനെ പറ്റിയും ലൈവിനെ പറ്റിയും ഒക്കെ പറയാം. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് നോക്കിയാലോ. ഇതായിരുന്നു നമ്മുടെ പസിൽ. ഈ പസിൽ എന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ മാർക്ക് ചിലപ്പോ ഇങ്ങനെ നടുവിലായിരിക്കും, ചിലപ്പോ സൈഡുകളിലായിരിക്കും. അത് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഇത് ഈ ഒരു സ്ക്വയർ, ഈ ഒരു ഏരിയയുടെ ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ ആണ്. ഈ 26 എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് പോർഷന്റെ ഏരിയ ആണ്. 15 എന്ന് പറയുന്നത് ഈ തേർഡ് പോർഷന്റെ ഏരിയ ആണ്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഈ ഒരു പോർഷന്റെ ഏരിയ ആണ്. അപ്പൊ നമുക്ക് എന്തറിയണം, ഈ ഭാഗത്തിന്റെ ഏരിയ എത്ര എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. റെഡിയാണോ എല്ലാവരും? റെഡിയാണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താലാണ് നമുക്ക് ഏരിയ കിട്ടുക. ഇവിടെ ലെങ്ത് അറിയോ? ബ്രെഡ്ത്ത് അറിയോ? ലെങ്ത്തും അറിയില്ല, ബ്രെഡ്ത്തും അറിയില്ല അല്ലേ? ശരിക്കും നമ്മൾ പെട്ടു. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ 26 ആണ്, ഇവിടെ 13 ആണ്. ഈ 26ഉം 13ഉം തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. നിങ്ങൾക്ക് എന്താ ബന്ധം എന്ന് അറിയാം? അവർ തമ്മില് 26 എന്ന് പറഞ്ഞാൽ 13 into 2 ആണ്. 26 എന്ന് പറഞ്ഞാൽ 13 into 2 ആണ്. ഇവിടെ ഈ 26 എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ ആണല്ലോ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 26 ആണ്. ഇവിടെയും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 13 ആണ്. അപ്പൊ ഇവിടത്തെ ബ്രെഡ്ത്തും ഇവിടത്തെ ലെങ്ത്തും അല്ലെങ്കിൽ ഈ നീളം, ഈ നീളം നോക്കിയേ, ഈ നീളം രണ്ടു പേർക്കും തുല്യമല്ലേ അല്ലേ? ഇവിടെയുള്ള ആൾക്കും സെയിം ആയിട്ട് വരുന്നതാണ് ഈ ഒരു നീളം എന്ന് പറയുന്നത്. അതായത് ഇവിടത്തെ ലെങ്ത്തും എന്താണ്? സെയിം ആണ്. റെഡി? ഈ ലെങ്ത് ഇവിടെ രണ്ടു പേർക്കും സെയിം ആണ്. അപ്പൊ ഇവിടെ രണ്ടു പേർക്കും സെയിം ആണെങ്കിൽ ഈ ലെങ്ത് എന്ത് വരാനേ പാടൂ? ഇവിടെ 13 വരണം. ഇവിടെ 13 സെന്റിമീറ്റർ. ഇവിടെ 13 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? 2 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, അതെന്താ മിസ് അവിടെ 2 സെന്റിമീറ്റർ വന്നത്? എടാ, ഇവിടെ 13 into 2 ആണ് 26. ഇവിടെ 13 ആണെങ്കിൽ ഇവിടെ 2 മാത്രമേ വരാൻ പാടൂ. സിമ്പിൾ അല്ലേ? ഇനി ഇവിടെ 13 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 13 ആണ്. ഇവിടെ 1 സെന്റിമീറ്റർ ആവാനേ വശമുള്ളൂ. ഇവിടെ 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ലെങ്ത്തും എന്ത് തന്നെയായിരിക്കും? 1 സെന്റിമീറ്റർ. ഇത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ നീളം എന്തായിരിക്കും? ഇവിടെ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് 15. 1 into which number gives you 15? 1നോട് ഏത് നമ്പർ ഗുണിച്ചാൽ 15 കിട്ടും? 15 തന്നെ അല്ലേ? അതായത് ഈ നീളം, ഈ നീളം എന്ന് പറയുന്നത് 15 ആണ്. ഈ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കും? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ equal to 15 into 2, that is 30 centimeter square. അപ്പൊ ഈ ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 30 centimeter square. സിമ്പിൾ അല്ലേ?
അപ്പൊ ഇതേപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പേജ് നമ്പർ 148 ഉണ്ടാകും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഈ ചോദ്യം ഇതേപോലെ കണ്ടുപഠിച്ച് ബാക്കിയുള്ള ചോദ്യങ്ങളും ചെയ്തു നോക്കുക. ഓക്കെ, അതേപോലെ നിങ്ങളുടെ സ്കൂളിൽ ഇപ്പൊ ഏത് ചാപ്റ്റർ ആണോ എടുക്കുന്നത് ആ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കമന്റ് ആയിട്ട് പറയാ, നമുക്ക് അതിന്റെ ഒക്കെ സൊല്യൂഷൻസ് ചെയ്യാം. Okay, so thank you dears, thank you so much for your valuable time. Have a great day. Bye bye.